സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനയിലെ അൻസാരികളിലെ പ്രമുഖനായിരുന്നു. സെയ്ദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ മദീനയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 11 വയസ്സ് മാത്രമായിരുന്നു. നബി തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹി എഴുതി വയ്ക്കാൻ നിയോഗിക്കപ്പെട്ട സ്വഹാബാക്കളിൽ ഒരാളായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. മാത്രവുമല്ല, വിദേശ രാജാക്കന്മാർ അയക്കുന്ന കത്തുകൾ വായിക്കാനും അതിന് മറുപടി എഴുതാനും നബി തങ്ങൾ അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അതിനുവേണ്ടി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഹീബ്രു, സിറിയക് ഭാഷകൾ പഠിച്ചെടുത്തത്. ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹം നൽകിയ വലിയൊരു സംഭാവനയാണ് ഖുർആന്റെ ക്രോഡീകരണം. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് യമാമ യുദ്ധത്തെ തുടർന്ന് ഖുർആൻ ഒരൊറ്റ ഗ്രന്ഥമായി ക്രോഡീകരിക്കാൻ തീരുമാനമായി. അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുകൂടാതെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഖുർആന്റെ ഔദ്യോഗിക പകർപ്പുകൾ തയ്യാറാക്കാനും വിവിധ നാടുകളിലേക്ക് അയക്കാനുമുള്ള കമ്മിറ്റിയെ നയിച്ചതും ഇദ്ദേഹമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവരുടെ ഭരണകാലത്ത് അവർ മദീനയ്ക്ക് പുറത്തു പോകുമ്പോൾ ഭരണം ഏൽപ്പിച്ചിരുന്നത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഹിജ്റ 45 അദ്ദേഹത്തിന്റെ മരണസമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് ഈ സമുദായത്തിലെ മഹാപണ്ഡിതൻ വിട വാങ്ങിയിരിക്കുന്നു.